മറ്റൊരു വാർത്തയിലേക്ക്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ 2000 കോടി രൂപ കൂടി കടമെടുക്കുന്നു, ഇതിനായി കടപ്പത്രം ഇറക്കും എന്നുള്ള വാർത്തയാണ് വരുന്നത്. ജൂൺ 6-നാണ് ലേലം. ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ പ്രതിസന്ധി ഉണ്ടായേക്കും. അത് മറികടക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള തീരുമാനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനോയ് ഉണ്ട്, തിരുവനന്തപുരത്ത് നിന്ന്. ബിനോയ്, സംസ്ഥാനം 2000 കോടി രൂപ കടമെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. ഈ സാമ്പത്തിക വർഷം തുടങ്ങിയതിന് ശേഷം ഇത് മൂന്നാം പ്രാവശ്യമാണ് സർക്കാർ വീണ്ടും 2000 കോടി രൂപ കൂടി കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തവണ കടമെടുക്കുന്നത് കടപ്പത്രം ഇറക്കി ജൂൺ 6-ാം തീയതി നടക്കുന്ന ലേലത്തിൽ, റിസർവ് ബാങ്ക് നടത്തുന്ന ലേലത്തിൽ പങ്കാളിയായിക്കൊണ്ട് 2000 കോടി രൂപ കൂടി എടുക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ 6000 കോടിയോളം രൂപ ഈ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ കടമെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കാരണം നേരത്തെ തന്നെ വലിയ വിവാദമായിരുന്നു സംസ്ഥാന സർക്കാരിന് പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാൻ അനുവദിച്ച പൈസ വെട്ടിക്കുറച്ച്. അതായത് ഇപ്പോൾ നമുക്ക് കടമെടുക്കാൻ കഴിയുന്നത് 15,330 കോടി രൂപ മാത്രമാണ്. അതിൽ നിന്നാണ് വീണ്ടും 2000 കോടി രൂപ കൂടി ലേലം വഴി, അതായത് റിസർവ് ബാങ്കിൽ നടത്തുന്ന ലേലം വഴി നമ്മൾ വീണ്ടും കടമെടുക്കാൻ പോകുന്നു. അങ്ങനെ കടമെടുക്കുമ്പോഴേക്കും കേരളത്തിന്റെ കടമെടുക്കുന്ന വിഹിതം 6000-ആയി മാറുന്നു. മാത്രമല്ല, ഇപ്പോൾ അവസാനമായി അറിയുവാൻ കഴിയുന്നത് ഈ 3 മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ സർക്കാർ കൊടുക്കാനുള്ളത്. ആ ക്ഷേമ പെൻഷൻ പൂർണ്ണമായും കൊടുത്തു തീർക്കണമെന്നുണ്ടെങ്കിൽ 2400 കോടി രൂപയോളം വേണം. ഈ 2400 രൂപ പെട്ടെന്ന് കണ്ടെത്തുക അസാധ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഏകദേശം ഒരു ചുരുങ്ങിയ 1-2 മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രം നൽകി പ്രതിസന്ധി പരിഹരിക്കുന്നതിനെ കുറിച്ചാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2000 കോടി രൂപ കൊണ്ട് താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നീടുള്ള മറ്റൊരു പ്രതിസന്ധി, കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലായി വിരമിച്ച സർക്കാർ ജീവനക്കാരുടെ എണ്ണം വളരെ അധികം കൂടുതലാണ്. അത്തരത്തിൽ ഇവർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ കൂടി നൽകണം. ഒരു നിമിഷം തുടരണം. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായിട്ടുള്ള ശ്രീ ജോർജ് ജോസഫ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, സർക്കാർ വീണ്ടും കടമെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. 2000 കോടി കൂടി കടമെടുക്കുന്നു, ഒപ്പം തന്നെ കടപ്പത്രം അതിനുവേണ്ടി ഇറക്കുന്നു. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, ഇപ്പോ എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടമെടുക്കാനായിട്ട് 15,000 കോടി രൂപ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ 2000 കോടി രൂപ കടമെടുക്കുക എന്ന് പറയുന്നതിൽ വലിയൊരു, അതിനകത്ത് പ്രത്യേകിച്ചൊരു സംഭവം ഇല്ല. എല്ലാ മാസവും സർക്കാർ ഇതുപോലെ തന്നെ 2000-3000 കോടി രൂപ വീതം വായ്പ എടുക്കാറുണ്ട്. അത് ഈ വായ്പാ പരിധിക്ക്, അതായത് 3% വായ്പാ പരിധിക്ക് അകത്ത് നിന്നുകൊണ്ടാണ് സർക്കാർ എടുക്കുന്നത്. അപ്പൊ നിലവിൽ 54% കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിട്ടുണ്ടെങ്കിലും 15,000 കോടി രൂപയുടെ കടയും കൂടി എടുക്കാം എന്നുള്ള അനുമതി ഇപ്പോൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത് കൊണ്ട് ഈ കടമെടുക്കുന്നതിലേക്ക് പോകുന്നതിൽ പ്രയാസം ഉണ്ടാവില്ല. കാരണം ഈ കടമെടുപ്പ് പരിധിയുടെ പ്രശ്നം വരുന്നത് ഡിസംബറിന് ശേഷമായിരിക്കും. അതുവരെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടമെടുക്കുന്നതിന് ഈ പരിധിക്കകത്ത് നിന്നുകൊണ്ട് കടമെടുക്കാനുള്ള അനുവാദം നിലവിൽ സംസ്ഥാന സർക്കാരിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം സർക്കാർ 2000 കോടി രൂപയുടെ കടമെടുക്കുന്നതായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഈ കടപ്പത്രം ഇറക്കിക്കൊണ്ടുള്ള ഈ കടമെടുപ്പ്, അതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകത ഉണ്ടോ സാർ? അല്ല, സ്വാഭാവികമായിട്ട് കടപ്പത്രം ഇറക്കിക്കൊണ്ട് തന്നെയാണ് എല്ലാ തവണയും കടമെടുക്കുന്നത്. RBIയുടെ അതിനുള്ള പ്രത്യേക ഒരു വിൻഡോ ഉണ്ട്. അതിനകത്ത് കുബേർ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ സംസ്ഥാന സർക്കാരുകൾ കടമെടുക്കുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ആ കടമെടുക്കുന്നതിനുള്ള ആ സംവിധാനത്തിനകത്തുകൂടി കേരള സർക്കാർ കടമെടുക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അതിൽ പ്രത്യേകിച്ച് ബോണ്ട് ഇറക്കുക എന്ന് പറയുന്നത് നിരന്തരം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അത് പ്രത്യേകിച്ച് ഒരു പുതിയ സംവിധാനം ഒന്നുമല്ല. നമ്മള് 15,000 കോടിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് കടമെടുക്കുന്നത് തെറ്റില്ല. അതെ, 15,000 കോടി രൂപ കടമെടുക്കാൻ ഇപ്പോൾ അനുമതി ഉണ്ട്. ആ അനുമതി ഒരുപക്ഷെ ഡിസംബർ വരെ ഗവൺമെന്റിന് എടുക്കാൻ കഴിയുന്നു. അപ്പൊ ഇതിപ്പോ ജൂൺ മാസമാണല്ലോ. അപ്പോൾ 2000 കോടി രൂപ വെച്ച് എടുക്കുകയാണെങ്കിൽ ഒരു 7 മാസത്തേക്ക് എടുക്കാനുള്ള ഒരു ഇതുകൂടി ഗവൺമെന്റ് ഉണ്ട്. അത് എത്ര എടുക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ അതിനുശേഷമാണ് കടത്തിന്റെ പരിധി കടക്കാതിരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക്, അല്ലെങ്കിൽ ആ കാര്യത്തിലൊരു പരിഹാരം
ഉണ്ടാവേണ്ടതായിട്ട് വരുള്ളൂ. അതുകൊണ്ട് ഈ ഇപ്പോൾ എടുത്തിരിക്കുന്ന കടത്തിൽ അസ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് ഒരു പുതിയ സംവിധാനത്തിലേക്ക് ഒന്നും പോകുന്നില്ല. തീർച്ചയായും വളരെ നന്ദി സാർ, ഈ ഒരു ഘട്ടത്തിൽ ഇതിൽ ഒരു വ്യക്തത വരുത്തിയതിന്. തിരുവനന്തപുരത്ത് നിന്നും ബിനോയ് തുടരുന്നുണ്ട്. ബിനോയ്, ഇത്തരത്തിൽ ഈ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, സംസ്ഥാന സർക്കാരിന് 15,000 കോടി രൂപ കടമെടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. ഡിസംബർ മാസം വരെ ഒരുപക്ഷെ അത് തുടർന്നുകൊണ്ട് പോകാം. അതിനുശേഷമാണ് ഒരുപക്ഷെ ഇതിനൊരു വെല്ലുവിളി ഉണ്ടാവുക. ഇത് സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. കടപത്രം ഇറക്കിക്കൊണ്ട് മാത്രമേ കടമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അവർ നൽകുന്നൊരു വിശദീകരണം. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സാമ്പത്തിക വിദഗ്ധർ പറയുന്ന അഭിപ്രായത്തിൽ നമുക്ക് യോജിക്കാം. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന് അനുവദിച്ച തുകയിൽ നിന്നും ഏകദേശം 9 കോടിയോളം രൂപ, 9,000 കോടിയോളം കുറവാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഇനി ഈ മാസം നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നേരിടാൻ പോകുന്ന, സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ക്ഷേമ പെൻഷനുകളുടെ വിതരണം, ഒപ്പം സർവീസിൽ നിന്ന് വിരമിച്ചിരിക്കുന്ന ജീവനക്കാർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യം കൂടുതൽ ജീവനക്കാർ വിരമിച്ചിട്ടുണ്ട്. അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അത്തരത്തിൽ ആനുകൂല്യങ്ങൾ നൽകണമെന്നുണ്ടെങ്കിൽ ഈ കടമെടുപ്പിലൂടെ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ ഡിസംബർ കഴിയുന്നതോടുകൂടി തന്നെ സർക്കാരിൻ്റെ ബാധ്യതകൾ തന്നെ കൂടാനും സാധ്യതയുണ്ട്. ഈ ഡിസംബറിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള മറ്റ് അതായത് കിഫ്ബി അല്ലാതെയുള്ള കരാർ വഴിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, PWDയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. ആ കരാറുകാർക്ക് കൊടുക്കാൻ തന്നെ നല്ലൊരു തുകയുണ്ട്. അവർക്കും ഈ നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും ആ തുക കൊടുക്കേണ്ടതായി വരിക. അത്തരത്തിലൊരു പ്രതിസന്ധി കൂടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ കടമെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും എന്ന് തന്നെ കഴിഞ്ഞ ദിവസം ധനമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ കഴിഞ്ഞു, വലിയ പ്രതിസന്ധി ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. എന്നിരുന്നാലും ഇത്തരത്തിൽ സർക്കാരിന് നൽകാനുള്ള, അല്ലെങ്കിൽ പൊതുവിപണിയിൽ നിന്നും കടമെടുക്കാനുള്ള പൈസയുടെ അളവ് കുറച്ചത് സർക്കാരിനെ വല്ലാതെ ഞെരുക്കത്തിലാക്കും എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇത്തരത്തിൽ ഇങ്ങനെ സാമ്പത്തികം, അല്ലെങ്കിൽ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാൻ കഴിയുന്ന സാമ്പത്തികത്തിന്റെ അളവ് വെട്ടിക്കുറച്ചതിനെക്കുറിച്ച് ധനവകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വിശദാംശം ചോദിച്ചിട്ടുണ്ട്. എന്ത് കാരണത്താലാണ് ഇങ്ങനെ വെട്ടിക്കുറച്ചതെന്നുള്ള കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. അതിനൊന്നും തന്നെ ഇതുവരെയായും മറുപടി നൽകിയിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ധനമന്ത്രിയോ ഇതുവരെയായിട്ടും കേന്ദ്ര ധനകാര്യ വകുപ്പുമായിട്ട് ചർച്ചയ്ക്കൊന്നും തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഇതിന് വിശദാംശം, അതായത് ധനവകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ കത്തിന് വിവരങ്ങളും വിശദാംശങ്ങളും കിട്ടിയില്ല എങ്കിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ധനമന്ത്രിയോ ഒക്കെ ഇത് ഇടപെടാനുള്ള സാധ്യത. എന്തായാലും ഈ സംസ്ഥാന സർക്കാരിന് അനുവദിച്ചിരിക്കുന്ന സാമ്പത്തികമായി കടമെടുക്കാനുള്ള തുക വെട്ടിക്കുറച്ചത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്ന് തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നതും. എബി, കടമെടുക്കാൻ ഒരുങ്ങി തന്നെയാണ് സർക്കാർ തീരുമാനിച്ചത്. 2,000 കോടി രൂപയുടെ കടമെടുക്കുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതിനായി പ്രത്യേക കടപ്പത്രങ്ങൾ ഇറക്കാനുള്ള തീരുമാനവും ആയിട്ടുണ്ട്. 15,000 കോടി രൂപയാണ് സർക്കാരിന് കടമെടുക്കാനുള്ള പരിധിയുള്ളത്. അതിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ കടമെടുപ്പ് തുടരുന്നത്. എന്തായാലും സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നതും. ഈ കടമെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നൽകുന്നതിൽ പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു നീക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ബിനോയ്.